അല്ലാഹുവിന്റെ ഖുർആൻ. പക്ഷെ നിങ്ങൾ ആലോചിച്ചു സഹോദരന്മാരെ, ഇങ്ങനെ ചെയ്താൽ എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും. അതുപോലെ തന്നെ അവരുടെ പ്രാർത്ഥനകൾ അവർ കേൾക്കുകയില്ല. ഇനി കേട്ടു എന്ന് സങ്കല്പിച്ചാൽ തന്നെ അവർക്ക് ഉത്തരം കൊടുക്കുകയില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും. അല്ലാഹു അല്ലാത്ത ആളുകൾ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്ന ശിർക്കിനെ പരലോകത്ത് വെച്ചുകൊണ്ട് അവർ നിഷേധിക്കും. കേട്ടില്ല നിങ്ങൾ? ഞാൻ ചോദിക്കുകയാണ്, സൂറത്തുൽ ഫാത്തിറിന്റെ 14ാമത്തെ ആയത്താകുന്ന ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമീഉ മസ്തജാബു ലക്കും എന്ന ആയത്ത് അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു തഫ്സീർ പണ്ഡിതൻ, ഒരു മുഫസ്സിർ, സുന്നികൾ ചെയ്യുന്ന ഇസ്തിഗാസയാണ് ഇവിടെ വിഷയം എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു തഫ്സീർ പറഞ്ഞത് തെളിയിക്കാൻ ഏതെങ്കിലും വഹാബികളെ കൊണ്ട് കഴിയുമെന്നുള്ളതാണ്. കാരണം ഖുർആനിൽ ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും എന്നാണ്. നിങ്ങൾ അവരെ വിളിച്ചാൽ അവർ നിങ്ങളെ വിളി കേൾക്കൂല. ഈ അവർ ആരാണ്? അത് തഫ്സീർ വിശദീകരിക്കണം, അല്ലെങ്കിൽ അതിന്റെ മുന്നത്തെ ആയത്ത് വിശദീകരിക്കണം. ഈ മുന്നത്തെ ആയത്തിൽ നിന്നോ അല്ലെങ്കിൽ മഹാന്മാരുടെ തഫ്സീറുകൾ അഥവാ മുഫസ്സിരീങ്ങൾ എഴുതിയ കിതാബിൽ നിന്നോ ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും എന്ന് പറയുന്ന ആയത്തിന്റെ ആശയം ഇതാണ് എന്ന് തെളിയിക്കാൻ കഴിയുന്ന ഏതെങ്കിലും വഹാബികൾ ഉണ്ടെങ്കിൽ വരാം.